ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈദ് ഡേ വ്ലോഗാണ് കേട്ടോ. ഈദ് ഡേ വ്ലോഗ് എന്ന് പറയുമ്പോൾ ഇതൊരു 3 മാസം മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ എനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ മാഷാ അല്ലാ ഇത്തവണ നമ്മൾ ഫർവാനിയിലുള്ള ഗാർഡനിലാണ് ഈദ്ഗാഹിന് പോയിട്ടുള്ളത്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഈദ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഈദാണ്. മാഷാ അല്ലാ എൻ്റെ മോന് നൂഹ് ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് ഈദാണ്. അപ്പോൾ നൂഹ് ഉണ്ടായിരുന്നു കൂടെ. മൂപ്പര് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി എണീറ്റിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തവണ നേരെ പോകുന്നത് കുവൈറ്റ് ടവറിന് താഴെയുള്ള ബീച്ച് സൈഡിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഒരു 6:30-7 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തി ഫ്രണ്ട്സിനെ എല്ലാവരും മീറ്റ് ചെയ്തു. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് കുറേ സംസാരിച്ചു. നല്ലൊരു ക്വാളിറ്റി ടൈം കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നൂഹിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. എല്ലാവരും കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പോയത് കുവൈറ്റ് ബോർഡറിലേക്കാണ്. കുവൈറ്റ് ബോർഡറിലേക്ക് പോകാൻ ഇത്തവണ നമ്മൾ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. കൂടെ ഉമ്മ, വാപ്പ, സിസ്റ്റർ, ബ്രദർ ഇൻ ലോ എല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് അധികം ചൂട് നമുക്ക് അറിഞ്ഞില്ല. പക്ഷേ നമ്മൾ കുവൈറ്റ് ബോർഡറിലേക്ക് പോയ സമയത്ത് കുറച്ച് ചൂട് നമ്മൾ അറിഞ്ഞു കേട്ടോ. നൂഹ് വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങോട്ട് പോയ സമയത്ത് മൂപ്പര് നല്ല സഹകരിച്ചു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അവിടെ എത്തിയ ഉടനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം നമ്മൾ അവിടെ എത്തിയപ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് സംസാരിച്ചു, നല്ല ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചവിടെ നിന്ന് റിട്ടേൺ വന്നിട്ടുണ്ട്. വരുന്ന വഴി കുറച്ച് ക്യാമൽ, ഷീപ്പ്, അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഷീപ്പിനെ കണ്ട ടൈം നമ്മൾ വണ്ടി സൈഡിൽ നിർത്തി കുറച്ചധികം നേരം കണ്ടിട്ടാണ് അവിടെ നിന്ന് പിന്നെ തിരിച്ച് റിട്ടേൺ പോകുന്നത്. ഷീപ്പിനെ കണ്ടു കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് ക്യാമലിനെ കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഈ ഒട്ടകത്തിനെയൊക്കെ ഫസ്റ്റ് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ സിസ്റ്ററിൻ്റെ ബേബിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം ഭയങ്കര ഒരു പേടിയായിരുന്നു എൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലാൻ. ഇതെൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മയുണ്ട്, സിസ്റ്ററിൻ്റെ കുട്ടിയുണ്ട്. അങ്ങനെ ഉമ്മ അവനെ എടുത്തിട്ട് അടുത്ത് കൊണ്ടുപോയി കുറച്ച് കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ ആളൊന്ന് ഓക്കെ ആയത്. അതിനുശേഷം പിന്നെ നമ്മൾ വൈകിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴേക്കും സാൽമിയ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈദിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. പിന്നെ നമ്മളൊരു കുറച്ചൊരു ഒഴിഞ്ഞ സ്പേസ് നോക്കിയിട്ട് മോനൊക്കെ ഉള്ളത് കൊണ്ട് ബെഡ്ഷീറ്റും ഒരു കുഞ്ഞു ബെഡൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. ഡയറക്റ്റ് മണ്ണിൽ അവന് ഇരുത്താൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല. ബീച്ചിൻ്റെ അടുത്ത് പോയിട്ട് കടലിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫാമിലി ഫോട്ടോസും എല്ലാം കുറച്ച്